തരൂർ പറഞ്ഞിരിക്കുന്നു ബി ജെ പിയിലേക്കില്ല എന്നുള്ളത്. നേരത്തെ അദ്ദേഹം ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പ്രചാരണാർത്ഥം അമേരിക്കയിൽ ചെന്നപ്പോഴും ഇത് തന്നെ പറഞ്ഞിരുന്നു, ഞാൻ പ്രവർത്തിക്കുന്നത് ഒരു പ്രതിപക്ഷ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്, ബി ജെ പിക്ക് വേണ്ടിയിട്ടല്ല എന്നുള്ളത്. തരൂരിന് ഇങ്ങനെ ആവർത്തിച്ച് നിലപാട് വ്യക്തമാക്കേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ടല്ലോ, അത് വലിയ കഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ തരൂരിൻ്റെ അവസ്ഥ ഭയങ്കര പരിതാപകരമാണ്. സ്വന്തം രാഷ്ട്രീയ പ്രസ്ഥാനം പോലും തന്നെ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു അവസ്ഥയിലാണ് തരൂരുള്ളത്. തരൂർ ഒരു ലേഖനം എഴുതി കഴിഞ്ഞ ദിവസം. അത് ഈ പറഞ്ഞ പോലെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ശേഷം വിവിധ രാഷ്ട്രങ്ങൾ സന്ദർശിച്ച ഒരു ഇന്ത്യയുടെ ഒരു സംഘം ഉണ്ടായിരുന്നല്ലോ, അതിൽ തരൂരും പോയി. പോയി വന്നതിന് ശേഷം അതിൻ്റെ വിജയത്തെക്കുറിച്ച് ഉള്ള ഒരു ലേഖനമാണ്. അതിൽ മോദിയെ പ്രശംസിച്ചുകൊണ്ടുള്ള 1-2 പരാമർശങ്ങളുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ തരൂരിന് വിനയായിട്ടുള്ളത്. കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് എങ്ങനെയാണ് മോദിയെ സുഖിപ്പിച്ചിട്ട് ലേഖനം എഴുതുന്നത്, നിങ്ങൾ കോൺഗ്രസിലേക്ക് പോകാനല്ലേ എന്നുള്ള ചോദ്യം കോൺഗ്രസിനകത്തുനിന്ന് തന്നെ വന്നു തുടങ്ങി. AICCയുടെ വലിയ നേതാവാണ് തരൂർ. പക്ഷേ ഇപ്പോൾ തരൂർ 10 പ്രാവശ്യം പറയണം ഒരു ദിവസം, ഞാൻ ബി ജെ പിയിലേക്ക് പോകില്ല. കാണുമ്പോൾ ഇതിൽ നടന്നു പോകുമ്പോൾ മറ്റേ സോണിയജി ഞാൻ ബി ജെ പിയിലേക്ക് പോകില്ല, രാഹുൽജി ഞാൻ ബി ജെ പിയിലേക്ക് പോകില്ല. ഇതിങ്ങനെ മറ്റേ മല്ലികാർജുൻ ഖാർഗെ കാണുമ്പോൾ ഖാർഗെജി ഞാൻ ബി ജെ പിയിലേക്ക് പോകില്ല. ഈ അവസ്ഥയിൽ ഒരു AICC നേതാവ്, തിരുവനന്തപുരത്തിൻ്റെ MP, ഒരാളുടെ രാഷ്ട്രീയ പാർട്ടി പോലും അയാളെ വിശ്വസിക്കാതെ അയാൾ അതിൽ നിലനിന്ന് പോകണമെങ്കിൽ ഇങ്ങനെ പെരുമാറേണ്ടി വരുന്ന ഒരവസ്ഥ വളരെ പരിതാപകരമാണ്. ഒരു പക്ഷേ ശശി തരൂർ കേരളത്തിൽ നിന്നുള്ളൊരു ജനപ്രതിനിധി ആയതുകൊണ്ടായിരിക്കണം പുള്ളി ഇപ്പോഴും കോൺഗ്രസിൽ തന്നെ തുടരുന്നത്. കാര്യം നമ്മുടെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം അതായതുകൊണ്ട്. പക്ഷേ വടക്കേ ഇന്ത്യയിലൊന്നും ഇത്ര ബുദ്ധിമുട്ടുണ്ടാകില്ല. ഇന്നലെ കോൺഗ്രസ് ആയവർക്ക് ഇന്ന് BJP ആവാം, മറ്റന്നാൾ മറ്റെന്തെങ്കിലും ആകാം, അവർ ഇതുമായിട്ടൊക്കെ പൊരുത്തപ്പെടും. പക്ഷേ നമ്മുടെ ഒരു രാഷ്ട്രീയ പാരമ്പര്യവും നമ്മുടെ ഒരു അതുമായിട്ട് പൊരുത്തപ്പെടാനുള്ളൊരു വിമുഖതയും കൊണ്ടായിരിക്കണം പുള്ളി ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നിലപാട് വ്യക്തമാക്കി ഇരിക്കേണ്ടി വരുന്ന സാഹചര്യം എന്ന് തോന്നുന്നു. വടക്കേ ഇന്ത്യക്കാരെന്നല്ല, കേരളത്തിന് പുറത്ത് ഇവിടെ SM കൃഷ്ണ കോൺഗ്രസിൻ്റെ കർണാടക മുഖ്യമന്ത്രിയായിരുന്നു, അദ്ദേഹം BJP ഒരു കേന്ദ്രമന്ത്രിയായില്ലേ. അത്രയേ ഉള്ളൂ കാര്യം. കേരളത്തിലുള്ള കോൺഗ്രസ്സുകാർക്ക് ഒരു ചെറിയൊരു മടിയുണ്ട്, പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ഇവരുടെ മുഖത്ത് നോക്കും എന്നുള്ളത്, അതുകൊണ്ട് മാത്രമാണ്. പക്ഷേ തരൂരിനെ സംബന്ധിച്ചിടത്തോളം തരൂർ കോൺഗ്രസിൻ്റെ ഒരു മികച്ച നേതാവ് തന്നെയാണ്, അത്യാവശ്യം മൂളമുള്ളൊരു നേതാവ് എന്ന് വേണം പറയാം. അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. നല്ലത് കണ്ടാൽ അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാണെങ്കിലും. അദ്ദേഹം പിണറായിയെ പ്രശംസിച്ചിട്ട് ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് തരൂർ CPM-ലേക്ക് പോകുമോ എന്നുള്ളൊരു ചോദ്യം ആരും ചോദിച്ചില്ല. അതിനുള്ള തയ്യാറുണ്ടോ എന്ന് ആരും ചോദിച്ചില്ല. CPM-ന് കേന്ദ്രത്തിൽ റോളില്ലല്ലോ. ഇല്ല, പുള്ളിക്ക് കേന്ദ്രത്തിൽ എന്തെങ്കിലും പദവികൾ വേണമെന്നുള്ളൊരു വിചാരക്കാരനാണ്. അതിപ്പോൾ കോൺഗ്രസ് ആയിട്ട് ഇനി അധികാരത്തിൽ വരുമെന്നുള്ള പ്രതീക്ഷയൊന്നും അദ്ദേഹത്തിനില്ല. അതുകൊണ്ടായിരിക്കണം ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് വീരയിടുന്നത് പോലെ BJP-യെയോ മോദിയെയോ ഇങ്ങനെ സൂപ്പിച്ച് 2 വർത്തമാനം പറയുന്നത്. ചിലപ്പോൾ തരൂരുമായിട്ട് ഓൾറെഡി ചർച്ചകളെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. അത് ഉറപ്പല്ലേ? ഒരുപാട് തവണ ചർച്ചകൾ. ഈ തരൂരിൻ്റെ ഭാര്യ മരിച്ച സമയത്ത്, സുനന്ദ പുഷ്കറിൻ്റെ വിവാദം ഉണ്ടായിരുന്ന സമയത്ത് തരൂർ ഇപ്പം BJP-യിലേക്ക് പോകും എന്നുള്ളൊരു വാർത്തകൾ അന്ന് വലിയ കാര്യമായിട്ട് ചർച്ച ചെയ്താണ്. പല ചാനലുകളും ഉറപ്പിച്ചതാണ് തരൂർ അധികം വൈകാതെ പോകുന്നുള്ളത്. കാരണം തരൂരിന് മേളിൽ ഭയങ്കര പ്രതിസന്ധി ഉണ്ടായിരുന്നു. അറസ്റ്റ് വരും, കേസാവും, ജയിലിൽ പോകുന്നുള്ള ഭയങ്കര ഇതുണ്ടായിരുന്നു. അപ്പോൾ BJP-യും പരമാവധി നോക്കി. അത് മാത്രമല്ല, സുനന്ദ പുഷ്കറിന്റെ മരണം മാത്രമല്ല, ഈ IPL കൊച്ചി ടസ്കേഴ്സ് ടീമുമായിട്ട് ബന്ധപ്പെട്ട് കള്ളപ്പണ ആരോപണം ഉണ്ടായിരുന്നു. അപ്പോൾ അതും തരൂരിന് ഒരുപാട് മോശം പ്രതിച്ഛായ കൊടുത്തൊരു കേസാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ അന്ന് പൊതുവേ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു, ഈ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ കേസുകൾ കെട്ടിച്ചമയ്ക്കുന്നു എന്ന തരത്തിൽ ആരോപണങ്ങൾ വന്നിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒഴിവാകാനായിട്ട് പലരും BJP-യിലേക്ക് മാറി സേഫ് ആകുന്നു എന്ന തരത്തിൽ പ്രചാരണങ്ങളുണ്ടായിരുന്നു. അപ്പോൾ തരൂരും ആ വഴി തിരഞ്ഞെടുക്കും എന്നുള്ള രീതിയിലാണ് വന്നത്. പക്ഷേ അദ്ദേഹം കോൺഗ്രസിൽ തന്നെ തുടർച്ചയായി തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചു കയറി. ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ, കോൺഗ്രസിൽ കുറേ കാലത്തിന് ശേഷം നടന്ന സംഘടനാ തെരഞ്ഞെടുപ്പിൽ പുള്ളി ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ മത്സരിച്ചു, അതിനുള്ള ഗട്ട്സ് കാണിച്ചു എന്നുള്ളതാണ്. ഏതാണ്ട് 1000 ചില്ലാനം വോട്ടേ കിട്ടിയുള്ളൂ. എന്നിരുന്നാലും ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ കലാപം നടത്താൻ സാധിക്കും, വിജയകരമായി നടത്താൻ സാധിക്കുമെന്ന് തെളിയിച്ച ആളാണ് ശശി തരൂർ. മറ്റേ തിരുത്തൽവാദി ഗ്രൂപ്പുകളുടെ കഥ നമുക്കറിയാമല്ലോ. ഗുലാം നബി ആസാദ്, ജയറാം രമേശ്, അതേപോലെ തന്നെ കപിൽ സിബൽ, ഇവരൊക്കെ ഉന്നയിച്ച വിഷയങ്ങൾ അന്ന് പ്രസക്തമായിരുന്നു. അന്ന് തരൂരും അവർക്കൊപ്പം നിന്ന് പോരാടിയ ആളാണ്. തരൂർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഗഡ്സും കൂടി കാണിച്ചു. മറ്റുള്ളവരൊക്കെ പിന്നീട് പത്തിമടക്കി ഗുലാം നബി ആസാദ് പാർട്ടിയിൽ നിന്ന് തന്നെ പോയി. അപ്പോൾ തിരുത്തൽ ഉണ്ടാകണം എന്ന രീതിയിൽ രാഹുൽ ഗാന്ധി നാട് നീളെ പദയാത്രകൾ നടത്തുന്നു, യുവാക്കളെ ആകർഷിക്കാൻ ശ്രമങ്ങൾ നടത്തുന്നു. പക്ഷേ ഇതൊന്നും തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുന്നില്ല. അവിടെയാണ് തരൂരിനെ പോലെയുള്ള ഒരു വിഷനുള്ള ആളുടെ പ്രസക്തി ഏറുന്നത്. രാഹുൽ ഗാന്ധിയെ അപേക്ഷിച്ച് തരൂർ നോക്കുമ്പോൾ ഒരു വലിയൊരു പ്രതിച്ഛായയുണ്ട്. ഇപ്പോൾ നരേന്ദ്രമോദിക്ക് ഉണ്ടാകുന്ന ഒരു പ്രതിച്ഛായ എന്നുപോലെ ശശി തരൂരിനൊരു പ്രതിച്ഛായയുണ്ട്, ലോകരാജ്യങ്ങളിൽ പോലും സ്വീകാര്യതയുള്ള ഒരു നേതാവെന്ന നിലയിൽ.
അതിനെ കൃത്യമായി ഉപയോഗിക്കാൻ ചില സ്ഥാപിത താല്പര്യങ്ങളുടെ പേരിൽ തരൂരിനെ അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഇനി മത്സരിക്കാനില്ല എന്ന് തരൂർ പ്രഖ്യാപിച്ചും കഴിഞ്ഞു. അതുകൊണ്ട് തരൂരിനി ആരെയും പേടിക്കേണ്ട കാര്യമില്ല, ആരെയും പ്രീതിപ്പെടുത്തേണ്ട കാര്യമില്ല. ഒരുപക്ഷെ തരൂരില്ലാതെ തിരുവനന്തപുരത്ത് ഇനി ഒരു മത്സരം വന്നാൽ, തെരഞ്ഞെടുപ്പ് മത്സരം വന്നാൽ, ഒരുപക്ഷെ ആ മണ്ഡലം പോലും കോൺഗ്രസിന് കൈവിട്ടു പോകുന്നൊരു സാഹചര്യമുണ്ട്. ഇതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ, കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് CPI പന്നിൻ രവീന്ദ്രൻ ജയിച്ചിട്ടുണ്ടല്ലോ. ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ പക്ഷെ ഇനിയിപ്പോൾ അവിടെ ഒരു ഇടതുപക്ഷം ജയിക്കുന്നു, അവിടെ BJP വളരെ ശക്തമാണ്. തരൂര് ഇല്ലാത്തൊരു സാഹചര്യത്തിൽ തരൂര് പിന്തുണയ്ക്കുന്ന ഒരു നേതാവ് അവിടെ പകരം മത്സരിക്കാനില്ലെങ്കിൽ, ഇപ്പം തരൂരിനെ പാർട്ടിയിൽ നിന്ന് അടിച്ച് പുറത്താക്കിയെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ തരൂർ സ്വയം ഇറങ്ങിപ്പോയെന്നിരിക്കട്ടെ, ഉറപ്പായിട്ടും അവിടെ മത്സരിക്കുന്ന ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് തരൂരിനെ പോലൊരു പ്രതിച്ഛായ ഉള്ള ഒരു നേതാവ് ഇപ്പോൾ കേരളത്തിൽ ആരാ ഉള്ളതെന്ന് വെച്ചാൽ ഇല്ല. ഒന്നെങ്കിൽ തരൂരോ അല്ലെങ്കിൽ തരൂർ പിന്തുണയ്ക്കുന്ന മറ്റൊരാളോ അവിടെ മത്സരിക്കാത്ത പക്ഷം തിരുവനന്തപുരത്ത് നിന്നൊരു BJPക്ക് ഉറപ്പ് ഒരു ഷുവർ സീറ്റാണത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആക്കിയിട്ട് പോലും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സാധ്യതയുള്ള ഒരാളാണ് അത് ചെന്നിത്തലയുണ്ട്. അതല്ല പറഞ്ഞത്, അവരുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ശശി തരൂർ. പക്ഷേ അവരുടെ ഉള്ളിൽ തന്നെ ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി കുപ്പായം തന്നെ നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ജയിച്ചതോടുകൂടി VD സതീശൻ ഉറപ്പായിട്ടും അടുത്ത മുഖ്യമന്ത്രി ഞാനാണ്, ചത്താലും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ സീറ്റിന് വേണ്ടി ഇപ്പോഴേ അവകാശവാദമുണ്ട്. VD സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, വേണമെങ്കിൽ KC വേണുഗോപാൽ അവിടെ നിന്ന് വരും, K സുധാകരനും വേണമെങ്കിൽ ആരൊക്കെ നോക്കാൻ റെഡിയാണ്. അപ്പോൾ ഇതിനിടയിൽ ഇനിയിപ്പോൾ ശശി തരൂരിന് ഒരു സാധ്യതയും വേണ്ട. ശശി തരൂരിന് കുറച്ചു കാലം വേണമെങ്കിൽ ഒരു BJPയുടെ പിന്തുണയോടുകൂടി ഒരു ഉപരാഷ്ട്രപതി ആവുകയോ, അല്ലെങ്കിൽ നേരത്തെ സ്വപ്നം കണ്ട UN-ലുള്ള സ്ഥാനത്തിന് വേണ്ടി UN സെക്രട്ടറി ജനറൽ ആകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയോ ആവാം. പക്ഷെ കോൺഗ്രസിൽ നിന്നുകൊണ്ട് ഇനി ഒരു ഫൈറ്റ് തരൂരിന് സാധിക്കില്ല. കാര്യം പുള്ളിക്കാരൻ നടത്തിയൊരു ഫൈറ്റ് പരാജയപ്പെട്ടു പോയി. മല്ലികാർജ്ജുൻ ഖാർഗെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇനിയിപ്പോൾ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനവും പുള്ളിക്ക് ഇവിടെയുള്ള താപ്പാനകൾ കൊടുക്കും എന്നുള്ള പ്രതീക്ഷയില്ല. അപ്പോൾ പിന്നെ ഈ തരൂരിനെ സംബന്ധിച്ച് ഇനി പരിമിതമായ ഭാവികൾ, ഇനി അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ സാഹിത്യരചനയും പഠനവും വായനയൊക്കെ ആയിട്ടൊക്കെ തുടരുന്നതായിരിക്കും സമീപകാലങ്ങളിൽ തരൂരിൻ്റെ ഒരു ഗ്രാഫിലുണ്ടാവുക. പക്ഷേ എത്ര BJPയിലേക്ക് പോവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ തീരുമാനങ്ങൾ മാറ്റിയ പല നേതാക്കന്മാരും നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ടും ശശി തരൂരിന്റെ ഈ തീരുമാനം അത് അന്തിമമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല. ചിലപ്പോൾ ഒരു വലിയൊരു സാധ്യതയുണ്ട് കേട്ടോ. കാര്യം ഒരു ഉപരാഷ്ട്രപതി സ്ഥാനം തരൂരിന് വാഗ്ദാനം ചെയ്തെന്നിരിക്കട്ടെ, കോൺഗ്രസ് വെട്ടിലാവും. കാര്യം കോൺഗ്രസിൻ്റെ ഒരാളെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്തുണയ്ക്കാതെ വേറെ നിവൃത്തിയില്ലാണ്ട് വരും. അപ്പോൾ അവിടെ നമുക്ക് പിന്നെ രാഷ്ട്രീയം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ഒരു മറ്റേ ഐകകണ്ഠേന തിരഞ്ഞെടുക്കുന്ന ഒരു ഏർപ്പാടൊക്കെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിൽ തരൂരിനെ അത്തരത്തിൽ പരിഗണിച്ചാലും തെറ്റു പറയാനൊക്കത്തില്ല.